സോ എവല്യൂഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് തിരികെയാണ് നമ്മൾ. ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ. ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ഓർഗാനിസംസ് ഏതൊക്കെ, അതിൻ്റെ അവിടെ എവല്യൂഷൻ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്ക് തരാനും ഹ്യൂമൻ എവല്യൂഷൻ നടന്ന ഒരു സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത് കേട്ടോ. സോ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ 4 ഈറാസ് ആയിട്ടാണ് കാണിക്കുന്നത്. പ്രോട്ടിറോസോയിക് ഇറ, പാലിയോസോയിക് ഇറ, മീസോസോയിക് ഇറ, സീനോസോയിക് ഇറ. 4 ടൈം പീരീഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓരോ പീരീഡ്സിലും ഉണ്ടായിരുന്ന ഓർഗാനിസംസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് പ്രോട്ടിറോസോയിക് ഇറയിൽ 2500 തൊട്ട് 541 MYA എന്ന് പറഞ്ഞാൽ മില്യൺ ഇയേഴ്സ് എഗോ, അത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടമാണ് പ്രോട്ടിറോസോയിക് ഇറ. ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് അപ്പിയേർഡ്. ആ സമയത്താണ് ഏറ്റവും ആദ്യം സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്ന് കണ്ടു തുടങ്ങിയത്. സം ഓഫ് ദ സെൽസ് ഹാഡ് ദ എബിലിറ്റി ടു റിലീസ് ഓക്സിജൻ ആസ് എ ലൈറ്റ് റിയാക്ഷൻ ഇൻ ഫോട്ടോസിന്തസിസ്. നമ്മൾ ചില സെൽസിന് ഓക്സിജൻ റിലീസ് ചെയ്യാൻ, ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ റിലീസ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ബിക്കെയിം മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ആദ്യം സിംഗിൾ സെൽഡ് ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസുമായിട്ട് മാറി. പാലിയോസോയിക് ഇറയാണ് അടുത്ത പീരീഡ്, അതായത് 540, 540 to 250 മില്യൺ ഇയേഴ്സ് ഒക്കെ. അതിന് 6 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാംബ്രിയൻ പീരീഡ്, ഓർഡോവിഷ്യൻ പീരീഡ്, സൈലൂറിയൻ പീരീഡ്, ഡിവോണിയൻ പീരീഡ്, കാർബോണിഫെറസ് പീരീഡ്, പെർമിയൻ പീരീഡ്സ്. ഇത്രയും 6 പീരീഡ്സ് ആയിട്ട് ഈ പാലിയോസോയിക് ഇറയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 500 മില്യൺ ഇയേഴ്സ് എഗോ ഇൻവെർട്ടിബ്രേറ്റ്സ് ആർ ഫോംഡ്. പാലിയോസോയിക് ഇറയിലാണ് ഇൻവെർട്ടിബ്രേറ്റ്സ് ആദ്യം വന്നത്. അത് 500 മില്യൺ ഇയേഴ്സ് മുൻപ്. ദെൻ അതിന് തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത്, ഫസ്റ്റ് ലാൻഡ് ഓർഗാനിസംസ്, പ്ലാന്റ്സ് കാണാൻ തുടങ്ങി. പ്രിമിറ്റീവ് പ്ലാന്റ്സിനെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ 400 മില്യൺ ഇയേഴ്സ്, അത് തൊട്ട് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പ്ലാന്റ്സ് വന്നതിന് ശേഷം പിന്നെ വന്നത് ആർത്രോപോഡ്സ് ആണ്. ആർത്രോപോഡ്സ് നമുക്ക് അറിയാലോ, ഇൻസെക്ട്സ് ഒക്കെ വരുന്നതാണ് ആർത്രോപോഡ്സ്. ദെൻ അതിന് തൊട്ട് കാലഘട്ടത്തിന് ശേഷം ജോലെസ് ഫിഷസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ജോലെസ് ഫിഷിൻ്റെ ഒരു പിക്ചർ കൂടി ഉണ്ട്. ജോലെസ് ഫിഷസ് ഇവോൾവ് ചെയ്യാൻ ആർത്രോപോഡ്സിനെയും കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഷെൽഡായിട്ട് ഓർഗാനിസംസ്. ജോലെസ് ഫിഷസിലെ ലോബ് ഫിൻസ് കുഡ് മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഗോ ബാക്ക് ടു വാട്ടർ. അവർക്ക് ലാൻഡിലേക്കും കയറാൻ സാധിച്ചിരുന്നു ലോബ് ഫിൻസിന്. ദേ ഇവോൾവ് ടു ഫസ്റ്റ് ആംഫീബിയൻസ്. അവരാണ് പിന്നെ ആംഫീബിയൻസ് ആയിട്ട് മാറിയത്. ദേ ആർ ദ ആൻസിസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ഡേ ഫ്രോഗ്സ് ആൻഡ് സലമാൻഡേഴ്സ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഫ്രോഗ്സിൻ്റെയും സലമാൻഡേഴ്സിൻ്റെ ഒക്കെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഈ ലോബ് ഫിൻസ് ആണ്. അവരിൽ നിന്നാണ് ആംഫിബിയൻസ് ഉണ്ടായത്, ഇവോൾവ് ചെയ്തതെന്നാണ് പറയുക. ലോബ് ഫിൻ ഫിഷ് അതിൻ്റെ ഒരു ഫോസില് ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതാണ്, ഫോസിലാണ് കാണുന്നത് കേട്ടോ. 325 മില്യൺ ഇയർ ഓൾഡ് ലോബ് ഫിൻ സിലോകാന്തിസ് സ്റ്റിൽ വെരി മച്ച് ലൈവായിട്ടുള്ള ഒരു ഫിഷിനെയും കണ്ടിട്ടുണ്ട് ഈ അടുത്തിടെയായിട്ട്. 1938 ലോബ് ഫിൻ ഫിഷ്, സിലോകാന്ത് ഫിഷ് സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിന് ഒരിടത്തൊരു ഫിഷിനെ കാണാൻ സാധിച്ചു, സിലോകാന്ത് ഫിഷിനെ. ആ ഫിഷാണത്, ലൈഫായിട്ടുള്ള ഫിഷാണത്. ഇനി അതിനുശേഷം ഒരു 320 മില്യൺ ഇയേഴ്സിന് മുൻപ് സീവീഡ്സ്, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആംഫീബിയൻസിൽ നിന്ന് ഈ റെപ്റ്റൈൽസ് ഉണ്ടായി. അവർ തിക്ക് ഷെൽഡായിട്ടുള്ള എഗ്സ് മുട്ടയിടാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ജൈൻറ്റ് ഫേൺസ്, ടെറിഡോഫൈറ്റ്സ് ആ സമയത്ത് പ്രസൻ്റ് ആയിരുന്നു. പക്ഷെ പതുക്കെ അതെല്ലാം കോൾ ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അതെല്ലാം വീണ് കോൾ ഡെപ്പോസിറ്റ്സ് ആയിട്ട് മാറി. കോൾ നമ്മുടെ മണ്ണിലേക്ക് വീണു എന്ന് പറയണേ, വീണിട്ട് കോളായിട്ട് ഡെപ്പോസിറ്റ്സ് ആയിട്ട് പതുക്കെ ടെറിഡോഫൈറ്റ്സ്, ജൈൻറ്റ് ഫേൺസ് ഒക്കെ മാറി വീണിട്ട് അത് കോൾ ഡെപ്പോസിറ്റ്സ് ആയിട്ട് മാറിയത്. ദെൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ജിംനോസ്പെംസ്, അതാണ് മീസോസോയിക് ഇറ. അത് 250 to 66 മില്യൺ ഇയേഴ്സ് എഗോ ആണ്, ആ കാലഘട്ടമാണ്. റെപ്റ്റൈൽസിന് ജിംനോസ്പെംസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അത് 3 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ്. 200 മില്യൺ ഇയേഴ്സ് മുമ്പ് സം ഓഫ് ദ ലാൻഡ് റെപ്റ്റൈൽസ് വെൻറ്റ് ബാക്ക് ഇൻ ടു വാട്ടർ ആൻഡ് ഇവോൾവ് ഇൻ ടു ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ കുറച്ച് ലാൻഡ് റെപ്റ്റൈൽസ് വെള്ളത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ആയിട്ട് മാറി. എക്സാമ്പിളാണ് ഇക്തിയോസോറസ്. ഫിഷിൻ്റെ ഷേപ്പിലാണ്, പക്ഷേ ആക്ച്വലി ഒരു റെപ്റ്റൈൽസ് ആണ്. അങ്ങനെ എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും.
ദ ലാൻഡ് റെപ്റ്റൈൽസ് വർ ഡൈനോസേഴ്സ്. ഡൈനോസേഴ്സ് ആണ് ലാൻഡ് റെപ്റ്റൈൽസ്. അതിൻ്റെ പല വിഭാഗത്തിലുണ്ട്. ടൈറാനോസോറസ് റെക്സ്, ട്രൈസെറാപ്റ്റോപ്സ്, സ്റ്റീഗോസോറസ്, ബ്രാക്കിയോസോറസ്, ഇതൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഡൈനോസേഴ്സിൻ്റെ പല സ്പീഷീസ് ആയിട്ടുള്ള ഡൈനോസേഴ്സ്. പല ഡൈനോസേഴ്സിനാണ് കാണിക്കുന്നത് കേട്ടോ. ടൈറാനോസോറസ് റെക്സ് വാസ് ദ ലാർജസ്റ്റ് ഡൈനോസോർ. 20 feet ഹൈറ്റ് ഉണ്ട്. ഹ്യൂജ് ഫിയർസം ഡാഗർ ലൈക്ക് ടീത്ത്, ഒരു കഠാര പോലെയുള്ള പല്ലുകളൊക്കെ ആയിരുന്നു അതിന്. ടൂത്ത് ബേർഡ്സ്, അതിനുശേഷം പല്ലുള്ള ബേർഡ്സ് എമർജ് ചെയ്യാൻ തുടങ്ങി, ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പം പരിണാമം നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഏജ് ഓഫ് മാമൽസ്, സീനോസോയിക് ഇയറയാണ് ഏജ് ഓഫ് മാമൽസ് ആൻഡ് ആൻജിയോസ്പേംസ് ആണ്. അവിടെയാണ് മാമൽസ് ഉണ്ടായി തുടങ്ങിയത്. അതൊരു 66 million years മുൻപാണ്. അത് 2 periods ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെർഷറി പീരീഡും ക്വാട്ടർണറി പീരീഡും. ക്വാട്ടർണറി പീരീഡിലാണ് 2 million years മുൻപ്, അതാണ് ഏജ് ഓഫ് മാൻ എന്ന് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് മാൻ്റെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എവല്യൂഷനൊക്കെ സംഭവിച്ചിരിക്കുന്നത്. 65 million years ago, dinosaurs suddenly disappeared. Some say climatic changes killed them. Some say most of them evolved into birds. അപ്പോൾ ഒരു 65 million years ആയപ്പോൾ അതിന് മുൻപ് ഡൈനോസേഴ്സ് കംപ്ലീറ്റ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത് ചില റെപ്റ്റൈൽസ് ആയിട്ട് അല്ലെങ്കിൽ ബേർഡ്സ് ആയിട്ട് ഇവോൾവ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എവല്യൂഷൻ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തമായൊരു ധാരണ ഇപ്പോഴും ആയിട്ടില്ല. ഫസ്റ്റ് മാമൽസ് വർ ഷ്രൂ ലൈക്ക്, ദെയർ ഫോസിൽസ് ആർ സ്മോൾ സ്ലൈഡ്. വളരെ ചെറിയ ഓർഗാനിസംസ് ആണ് ആദ്യത്തെ മാമൽസ്. അവരുടെ ഫോസിൽസ് ഭയങ്കര ചെറിയ സൈസസ് ആണ്. ഇൻ സൗത്ത് അമേരിക്ക ദർ വർ മാമൽസ് റിസംബ്ലിംഗ് ഹോഴ്സ്, ഹിപ്പോപ്പൊട്ടാമസ്, ബെയർ, റാബിറ്റ് എക്സെട്ര. ഇതിൻ്റെയൊക്കെ സാമ്യങ്ങളുള്ള കുറേ ഓർഗാനിസംസ് മാമൽസ് ഉണ്ടായിരുന്നു, സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. ഹോഴ്സിൻ്റെ, ഹിപ്പോപ്പൊട്ടാമസിൻ്റെ, ബെയറിൻ്റെ, റാബിറ്റിൻ്റെ ഒക്കെ രൂപസാദൃശ്യങ്ങളുള്ള മാമൽസ് ഉണ്ടായിരുന്നു. ഡ്യൂ ടു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, when the South America joined North America, these animals were overridden by North American fauna. അപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സംഭവിച്ച് കോണ്ടിനെൻസ് സെപ്പറേറ്റ് ആയ സമയത്ത് ഈ ഇതിനെ നോർത്ത് അമേരിക്കൻ ഫോണ, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് രണ്ടും കൂടി ഒരുമിച്ച് ആവുക ചെയ്യുക. നോർത്ത് അമേരിക്കയിലുള്ള ഫോണ, ഫ്ലോറ ആൻഡ് ഫോണ, അതിൽ ഫോണ വന്ന സമയത്ത് അവിടുത്തെ ഓർഗാനിസംസ് അത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് നാശം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഡ്യൂ ടു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് സർവൈവ്ഡ്. ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് മാത്രം സർവൈവ് ചെയ്തു ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം എനി അതർ മാമൽസ്. അപ്പോൾ അവർക്ക് മറ്റ് മാമൽസിൽ നിന്ന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ സർവൈവ് ചെയ്തു. പക്ഷേ ബാക്കി മുന്നേ ഉണ്ടായിരുന്ന പല ഓർഗാനിസംസും നാശം സംഭവിച്ചു, പല മാമൽസിനും. ദെൻ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. എങ്ങനെയാണ് മാൻ്റെ എവല്യൂഷൻ സംഭവിച്ചത്? ആദ്യം ഉണ്ടായ മാൻ എന്ന് പറയുന്നത് ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമോപിത്തിക്കസ്, രണ്ടുപേരുടെയും ഫോട്ടോസാണത്. 15 million years ago ആ സമയത്താണ് ജീവിച്ചിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഒരു 15 million years മുൻപാണ് അവർ ജീവിച്ചിരുന്നത്. ഹെയറിയാണ്, ബോഡിയിൽ നിറച്ച് ഹെയർസ് ഉണ്ട്. വാക്ക്ഡ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ഷിംപാൻസീസ്. പിന്നെ ഡ്രയോപിത്തിക്കസ് ഒരു എയ്പ്പിന്, അതായത് കൂടുതലും മങ്കിയോട് സാമ്യമായിരുന്നു. രാമപിത്തിക്കസ് മനുഷ്യനോട് സാമ്യമായിരുന്നു. ഏകദേശം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിന് കൈകൾക്ക് നീളം ഉണ്ട്. രാമപിത്തിക്കസ് കൈൻ്റെ നീളം കുറച്ച് കുറഞ്ഞു. പതുക്കെ ഇറക്റ്റ് ബോഡിയായി ആവാൻ ശ്രമിക്കുന്നവർ, 2 കാലിൽ നടക്കാൻ ശ്രമിക്കുന്നു. 3 to 4 million years ago there were man like primates in Eastern Africa. മനുഷ്യൻ്റെ പോലെയുള്ള പ്രൈമേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയണേ. They had height up to 4 feet and walked upright. നേരെ നടന്നിരുന്നു, 4 അടി ഉയരം ഉണ്ടായിരുന്നു അവർക്ക്. This belief is based on the fossils of man-like bones found in Ethiopia and Tanzania. അപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവരുടെ ബോൺസ്, മാനിനോട് സാമ്യമുള്ള, ഹ്യൂമൻ ബീങ്സിനോട് സാമ്യമുള്ള ബോൺസ് എത്യോപ്യയിൽ നിന്നും ടാൻസാനിയയിൽ നിന്നും കിട്ടിയതിൻ്റെ ഒരു ഇതിലാണ് ഇങ്ങനെയുള്ള ഓർഗാനിസംസ്, മാനിനോട് സാമ്യമുള്ള ഓർഗാനിസംസ് ഈസ്റ്റേൺ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. 3 to 4 million years മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് രാമപിത്തിക്കസ്, ഡ്രയോപിത്തിക്കസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ഓസ്ട്രാലോപിത്തിക്കസ്. അത് 2 million years ago ആ കാലഘട്ടത്തിൽ, അതിന് മുൻപാണ് ജീവിച്ചിരുന്നത്. ലിവ്ഡ് ഇൻ ഈസ്റ്റേൺ ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സ്, 100 വിത്ത് സ്റ്റോൺ വെപ്പൺസ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, അവർ നായാട്ട് തുടങ്ങിയ സമയത്ത് സ്റ്റോൺ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നായാട്ട് തുടങ്ങി. 8 ഫ്രൂട്ട്സ്, മെയിൻ ഭക്ഷണം ഫ്രൂട്ട്സ് തന്നെയായിരുന്നു. നെക്സ്റ്റ് ഈസ് ഹോമോ ഹാബിലിസ്. അത് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഓർഗാനിസം ആണ്. ബ്രെയിൻ കപ്പാസിറ്റി അന്നത്തോട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. 650 to 800 cc ആണ്. അവർ ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്.
മാംസം ഒന്നും കഴിച്ചിട്ടില്ല. ഹോമോ ഹാബിലിസിൻ്റെ ആണ് പിക്ചറാണ് അത് കേട്ടോ, ഫോട്ടോസ് അല്ല, പിക്ചേഴ്സ് ആണത്. ദെൻ ഹോമോ ഇറക്ടസ്, അത് കഴിഞ്ഞ് അടുത്ത ജനറേഷനാണ് ഹോമോ ഇറക്ടസ്. അത് 1.5 മില്യൺ ഇയേഴ്സ് എഗോ. ബ്രെയിൻ കപ്പാസിറ്റി 900 cc, ബ്രെയിൻ കപ്പാസിറ്റി കൂടുകയാണ്. 8 മീറ്റ് മാംസമൊക്കെ കഴിക്കാൻ തുടങ്ങി. ദെൻ ഹോമോ നിയാൻഡർതൽനിസ് അല്ലെങ്കിൽ നിയാൻഡർതൽ മാൻ എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. 1 lakh 1 ലക്ഷം അല്ലെങ്കിൽ 40,000 വർഷങ്ങൾക്ക് മുൻപാണ് നിയാൻഡർതൽ മാൻ ഉണ്ടായിരുന്നത്. ബ്രെയിൻ കപ്പാസിറ്റി ഇവിടെ വീണ്ടും കൂടി 1400 cc ആയി. ലിവ്ഡ് ഇൻ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. യൂസ്ഡ് ഹൈഡ്സ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രത്യേകതകളുണ്ട്. ഇവിടെ അവർ എന്താണ് ഡ്രസ്സ്, അതിന് മുന്നേ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം അവർ ഹൈഡ്സ്, മറക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇലയൊക്കെ വെച്ചിട്ട് മറക്കാനൊക്കെ തുടങ്ങി. പിന്നെ മരിച്ചവരെ കുഴിച്ചിടാൻ തുടങ്ങി. ദേ ബറീഡ് ദെയർ ഡെഡ്, അതും ഇവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള മാനിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി നോക്കിയാൽ ഓരോ പ്രത്യേകതകളുണ്ട്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. ആ പ്രത്യേകതകളും ബ്രെയിൻ കപ്പാസിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹോമോസാപ്പിയൻസ്, മോഡേൺ മാൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ് ആണ്. അതൊരു 75,000 തൊട്ട് 10,000 വർഷങ്ങൾക്ക് മുൻപാണ് തുടങ്ങിയത്. ഐസ് ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ. ആദ്യം തന്നെ ഗുഹകളിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ട് ആ സമയത്ത് ഡെവലപ്ഡ് ആയി. അവർ അതിലൊക്കെ വരയ്ക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പല കമ്മ്യൂണിക്കേഷൻസും നടന്നിരുന്നത്. ദെൻ അതൊരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവർ പതുക്കെ അഗ്രികൾച്ചർ, കൃഷി തുടങ്ങി. ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ഒരു സ്ഥലത്ത് കുടിലൊക്കെ കെട്ടി താമസിക്കാൻ തുടങ്ങി. ഒരു 10,000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയായിരുന്നു കാലഘട്ടം. അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസ് ഓഫ് എവല്യൂഷൻ. ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡ്രയോപിത്തിക്കസ്, ദെൻ ഡ്രാമാപിത്തിക്കസ്, ഓസ്ട്രാലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതലനെസിസ് അല്ലെങ്കിൽ നിയാൻഡർതൽ മാൻ, ഹോമോ സാപ്പിയൻസ്. ഇതിനിടയ്ക്ക് ഒരു പുതിയൊരു ലിങ്കും കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഹോമോ നെലേഡി. അപ്പോൾ ആ ഹോമോ നെലേഡി ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിക്കേണ്ടതുള്ളൂ. ആ ഒരു ഹോമോ നെലേഡി ലിങ്കും കൂടി ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് റീസെൻ്റ്ലി കണ്ടുപിടിച്ചതാണത്, ഹോമോ നെലേഡി. അപ്പോൾ ഇതാണ് ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യൻ്റെ എവല്യൂഷൻ, പരിണാമം സംഭവിച്ചതിൻ്റെ ഓരോ നാൾ വഴികളാണ്, മൈൽ സ്റ്റോൺസ് ആണ് ഈ കാണുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉള്ള ഓർഗാനിസംസ്, ഹ്യൂമൻ്റെ സാമ്യം എങ്ങനെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ ബ്രെയിൻ കപ്പാസിറ്റീസ് എന്തൊക്കെയുണ്ട്, അങ്ങനെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നേ, ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. സ്കൾസ് ഒക്കെ കമ്പയർ ചെയ്തപ്പോൾ അഡൾട്ട് ഹ്യൂമൻ ബീങ്, സ്കൾ ഓഫ് ബേബി ചിമ്പാൻസി ഇസ് മോർ ലൈക്ക് അഡൾട്ട് ഹ്യൂമൻ സ്കൾ ദാൻ അഡൾട്ട് ചിമ്പാൻസി സ്കൾ. ബേബി ചിമ്പാൻസിയുടെ സ്കള് അഡൾട്ട് ഹ്യൂമൻ സ്കളിനോടാണ് കൂടുതൽ സാമ്യം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പോർഷൻസ് കഴിഞ്ഞു.